താലിപ്പൊന്ന്. ആ രാത്രി വാമിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. കണ്ണുകൾ അടയ്ക്കുമ്പോഴെല്ലാം ഒരാളുടെ അലർച്ചയും അവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്ന ആദത്തിനെയുമാണ് വാമിക്ക് ഓർമ്മ വന്നത്. കട്ടിലിൽ ചമ്രം പടിഞ്ഞിരുന്ന് വാമി കുറച്ചുനേരം പ്രാർത്ഥിച്ചു. ഒരു നേരിയ ആശ്വാസം തോന്നി. ആ സമയം പിന്നെ പതിയെ കണ്ണുകളടച്ച് ഉറങ്ങാൻ ശ്രമിച്ചു. രാത്രിയൊന്നും ഉറങ്ങാതിരുന്നതുകൊണ്ടാവും അന്ന് പതിവിലും വൈകിയായിരുന്നവൾ എണീറ്റത്. അന്ന് തുണിക്കട അവധിയായതിനാൽ തന്നെ അവൾ കുറച്ചുനേരം കൂടി കട്ടിലിൽ ചുരുണ്ടു കൂടിക്കിടന്നു. അപ്പുറത്തെ മുറിയിൽ നിന്നും വിജയയുടെ വിളി വന്നപ്പോഴാണ് വാമി ഉറക്കം തൂങ്ങി എണീറ്റത്. ഇന്നലത്തെ മഴ മുഴുവനും നനഞ്ഞതുകൊണ്ടാവും അവൾക്ക് നേരിയതായി ദേഹത്തിന് വേദനയും തലവേദനയും തോന്നി. വിജയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു കൊടുത്ത ശേഷം പശുക്കളെ എല്ലാം കുളിപ്പിച്ച് തൊഴുത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് പുല്ല് തിന്നാനായി കിട്ടിയിട്ട് വാമി വീണ്ടും പോയി കിടന്നു. വൈകുന്നേരമായപ്പോൾ വാമിയുടെ പനി കൂടി. പൊള്ളുന്ന പനിച്ചൂട് നെറ്റിയിലേക്കും കഴുത്തിലേക്കും വ്യാപിച്ചതോടെ സുമി അവളെ ഒരുപാട് നിർബന്ധിച്ച് തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അതേസമയം നരിമറ്റ എന്ന പേരുള്ള ഒരു കൊട്ടാര സാദൃശ്യമുള്ള വീട്ടിലെ വലിയ ബെഡിൽ അവൻ്റെ സ്വന്തം റൂമിൽ പനിച്ചു കിടക്കുകയാണ് ആദം. അവൻ്റെ തൊട്ടടുത്ത് തന്നെ അവൻ്റെ മമ്മി ലിസി സൂസനുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് മോനെ? നല്ല ആശ്വാസം തോന്നുന്നുണ്ടോ? എൻ്റെ കുഞ്ഞാകെ ക്ഷീണിച്ചു. മമ്മിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇതൊരു ചെറിയ പനിയാ. ഓൾറെഡി ഞാൻ ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞു. ഇത് വേഗം മാറിക്കോളും. എന്നാലും ഞാൻ ആ കോട്ടൺ നനച്ചതിൻ്റെ നെറ്റിയിലേക്ക് ഇടട്ടെ? മമ്മ പ്ലീസ്. ഒന്നുമില്ലെങ്കിലും ഞാനൊരു ഡോക്ടറാണ്, അത് മമ്മ മറക്കരുത്. നീ ഇനി എത്ര വലിയ ഡോക്ടറായാലും നീ എന്നും എൻ്റെ ആദിക്കുട്ടൻ തന്നെയാണ്. അതും ലിസിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. മെല്ലെ അവൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി. എടുത്തിരിക്കുന്ന മരുന്നിൻ്റെ പവർ കൊണ്ട് തന്നെ നന്നായി ഉറക്കം വരുന്നുണ്ടായിരുന്നു. അവൻ്റെ കാൽക്കീഴിലേക്കിടുന്ന കംഫർട്ട് എടുത്ത് അവനെ ഒന്ന് പുതപ്പിച്ചുകൊണ്ട് AC ഓഫ് ചെയ്ത് ലിസിയും ആ റൂം വിട്ടിറങ്ങും മുൻപ് അവൻ്റെ വിളി വന്നു. മമ്മ പ്ലീസ് ടേൺ ഓൺ ദി AC. ഇല്ലാതെ അവന് ഉറങ്ങാൻ പറ്റില്ല. ആ സത്യം ലിസിക്കും അറിയാം. പക്ഷെ പനി പിടിച്ച് വിറച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ ഓഫ് ചെയ്തതായിരുന്നു അവർ. ആദം നദാൻ നരിമുറ്റത്തിൻ്റെ എല്ലാമാണ് അവൻ. ഔസേപ്പിനും കത്രീനയ്ക്കും മക്കൾ 3 മൂത്ത മകൻ ജേക്കബ്, അവൻ്റെ ഭാര്യ ലിസി. അവർ ഇരുവർക്കും ഒരേയൊരു മകനാണുള്ളത്, ആദം നദാൻ. അവൻ്റെ ഉടമസ്ഥതയിലുള്ള ഗ്ലോബൽ ഹോസ്പിറ്റലിൻ്റെ MDയും അവിടുത്തെ തന്നെ പേരുകേട്ട ഗൈനക്കോളജിസ്റ്റുമാണ് ആദം. ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഗ്ലോബൽ ഗ്രൂപ്പ്സ് എന്ന വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ബോർഡ് മെമ്പർ കൂടിയാണവൻ. ഔസേപ്പിനും കത്രീനയ്ക്കും രണ്ടാമത് ജനിച്ചതൊരു മകളായിരുന്നു. പേര് ജാൻസി. ജാൻസിയുടെ ഭർത്താവ് ഷാജി. അവർ ഇരുവർക്കുമായി 2 മക്കൾ. മൂത്തയാൾ ആകാശ് ഡിഗ്രിക്ക് പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ അമൽ, അവൻ +2 പഠിക്കുന്നത്. മൂന്നാമത്തെ മകനായ ജോബിൻ 2 കൊല്ലം മുമ്പാണ് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടത്. ജോബിൻ്റെ ഭാര്യ റോസ്. അവർക്കൊരു മകൾ മാത്രമേ ഉള്ളൂ, അമല. ജോബിൻ മരിക്കുന്നതിന് മുൻപ് അമലയും റോസും മറ്റൊരു വീട്ടിലായിരുന്നു താമസമെങ്കിലും ജോബിൻ്റെ മരണശേഷം ഔസേപ്പ് ഇടപെട്ട് അവരെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു. ലിസി ആദത്തിൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന സമയം തന്നെ ആദത്തിൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങൾ അലീന അവിടേക്ക് വന്നത്. ആദത്തിൻ്റെ ഒരു നല്ല സുഹൃത്തു കൂടിയാണ് അലീന. മാത്രമല്ല ഇരുവരും തമ്മിൽ പ്രണയത്തിലാണോ എന്ന് ഇരു വീട്ടുകാർക്കും ഒരു സംശയവുമുണ്ട്. ഇനിയിപ്പോൾ അവർ തമ്മിൽ പരസ്പരം പ്രണയിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും പൊന്നു സമ്മതത്തിൽ വീട്ടുകാരിത് നടത്തിക്കൊടുക്കും. കാരണം അത്ര നല്ല ബന്ധമാണ് ഇരു കുടുംബങ്ങളും തമ്മിലുള്ളത്. കളത്തിപ്പറമ്പിലെ അവറാച്ചൻ്റെ ഇളയ മകളാണ് അലീന. MBBS പഠനം പൂർത്തിയാക്കിയ ശേഷം ഗ്ലോബൽ ഹോസ്പിറ്റലിൽ പ്രാക്ടീസിന് കയറിയിട്ടുള്ളവൾ. മുമ്പും അവൾ ഇടയ്ക്കിടയ്ക്ക് ആദത്തെ കാണാൻ വരാറുണ്ട്. അത് കൂടുതലും പഠന സംബന്ധമായ ഡൗട്ടുകൾ ചോദിക്കാനും മറ്റുമായിരുന്നു. അവളുടെ ചേട്ടൻ അലനാണ് ആദത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അലനും വർക്ക് ചെയ്യുന്നത് ഗ്ലോബൽ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ആശുപത്രിയിൽ നിന്ന് വന്നെങ്കിലും മാമിയുടെ ക്ഷീണം മാറിയില്ല. അതിനിടയിലൊരു വാർത്ത ആ നാടാകെ പരന്നു. ജോസഫ് ചേട്ടൻ്റെ റബ്ബർ തോട്ടത്തിൽ ആരോ ഒരാൾ മരിച്ചു കിടക്കുന്നു അത്രേ. സുമ വന്നതും വിജയോട് പറയുന്നത് വാമിയും കേട്ടു.
വിജയൻ ഞെട്ടിയെങ്കിലും മാമി ചെറിയൊരു മരവിപ്പോടെ നിൽക്കുകയായിരുന്നു. ആരാ മരിച്ചെന്ന് പോലും അറിഞ്ഞു സുമേ? വിജയ് കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് തന്നെ സുമയോട് ചോദിച്ചു. ഇല്ല ചേച്ചി, ബോഡി കമിഴ്ന്നാ കിടക്കുന്നേ. അതുകൊണ്ട് തന്നെ ആളാരാണെന്ന് വ്യക്തമല്ല. വിജയിൽ നിന്ന് ഒരു നെടുവീർപ്പുയർന്നു. പിന്നീട് പോലീസ് തിരിച്ചറിഞ്ഞു ആരാണ് മരിച്ച വ്യക്തിയെന്ന്. അവരുടെ തന്നെ വീടിനടുത്തുള്ള കിഴക്കേതിലെ ജയയുടെ മോൻ വിഷ്ണു ആയിരുന്നു അത്. അവനെക്കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ് ആ നാട്ടിലുള്ളത്. എല്ലാ പെണ്ണുകേസുകളിലും പ്രതിയാണവൻ. അതുമാത്രമല്ല, വാമിയുടെ അച്ഛൻ തമ്പിയുടെ കമ്പനിക്കാരനാണവൻ. വിഷ്ണുവാണ് മരിച്ചതെന്നറിഞ്ഞതും പലർക്കും സന്തോഷമായി. സന്തോഷത്തോടെ തന്നെയാണ് സുമ വീണ്ടും വിജയുടെ വീട്ടിലേക്ക് വന്നത്. ആ കാലം ചത്തത് നന്നായി ഉള്ളൂ അല്ലേച്ചി? ഇന്നാളില്ലേ അല്ലിയൊന്ന് പറഞ്ഞു, അവൾ ആ റബ്ബർ കാടും വഴി വന്നപ്പോൾ അവൻ കൊച്ചിനോട് വേണ്ടാത്ത എന്തോ പറഞ്ഞു എന്ന്. പിന്നെ അവൻ മാത്രമല്ല, ഇവിടുത്തെ തമ്പിയും ഉണ്ടായിരുന്നു അവൻ്റെ ഒപ്പം. കരഞ്ഞു വിളിച്ച് കൊച്ചു വന്നത് പറഞ്ഞതും ഞാൻ ജയോട് പോയി ഒന്ന് പരാതി പറഞ്ഞു. എൻ്റെ മുഖത്ത് നോക്കി ഒരാട്ടല്ലായിരുന്നു അവൾ. അതുകൊണ്ടെന്താ ഇപ്പതേ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് നടക്കുന്നു. മക്കളെ മര്യാദയ്ക്ക് വളർത്തണം, അല്ലെങ്കിൽ വല്ലവൻ്റെ മുനയിൽ തീരും. സുമയെപ്പോലെ പെൺമക്കളുള്ള എല്ലാ അമ്മമാർക്കും വിഷ്ണുവിൻ്റെ മരണം ഒരു സന്തോഷ വാർത്തയായിരുന്നു. താൻ കേട്ട അലർച്ച വിഷ്ണുവിൻ്റേതായിരുന്നുവെന്നോർക്കെ മുഖം വെട്ടിച്ചു കളഞ്ഞു വാമി. അവൾക്ക് അവനിൽ നിന്നും മോശം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും പലരും പറഞ്ഞ് അവൻ്റെ സ്വഭാവദൂഷ്യം അവൾക്കറിയാം. രാത്രിയിൽ പതിവുപോലെ ഉറക്കം വരാതെ കിടന്ന മിഴികളെ അവൾ കഷ്ടപ്പെട്ടാണ് ഉറക്കത്തിലേക്കൊന്ന് വഴിതിരിച്ചു വിട്ടത്. പിറ്റേന്ന് രാവിലെ അവൾ ഉണർന്നത് കോളിംബെല്ലിൻ്റെ ശബ്ദം കേട്ടാണ്. വാതി തുറന്ന് ചെന്നതും അവൾ കണ്ടു ഉമ്മർത്ത് നിൽക്കുന്ന 3 പോലീസുകാരെ. ഒരു വനിതാ പോലീസും കൂടെ ഉണ്ടായിരുന്നു. വാമികയല്ലേ? അതെ സർ. വാമിക കഴിഞ്ഞ ദിവസം, കൃത്യമായി പറഞ്ഞാൽ വിഷ്ണു മരിക്കുന്നതിൻ്റെ അന്ന് രാത്രി എവിടെയായിരുന്നു? ഞാൻ വീട്ടിലുണ്ടായിരുന്നു സർ. അവൾ ആകെ പരിഭ്രമിച്ചു പോയിരുന്നു അവരുടെ ചോദ്യം ചെയ്യലിൽ. ഇതിനോടകം തന്നെ വീട്ടുവേലിക്കലും വീടിൻ്റെ സൈഡിലും ഒക്കെയായി നാട്ടുകാലി പലരും ഇടം പിടിച്ചു. പോലീസ് അവളെ ചോദ്യം ചെയ്ത് നോക്കി നിൽക്കുവാണവർ. വാമിക, കുട്ടി എന്തെങ്കിലും കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടെങ്കിൽ ഞങ്ങളോട് കൃത്യമായി പറയണം. കാരണം ആ റബ്ബർ തോട്ടത്തിൻ്റെ ഉടമ അവിടെ ഒരു CCTV ക്യാമറ വെച്ചിരുന്നു. തോട്ടത്തിലേക്ക് കയറുന്ന വഴിയുടെ എൻട്രൻസിൽ തന്നെ. ആ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്ത സമയം ആ വഴിയിൽ കൂടി നടന്നുപോയ ഒരാൾ വാമിക മാത്രമാണ്. വിഷ്ണു മരിച്ചു കിടന്നതും നടപ്പ് വഴിയുടെ ഏകദേശം അടുത്താണ്. അതായത് നടപ്പ് വഴി കൂടി ഒരാൾ നടന്നു പോകുമ്പോൾ വിഷ്ണുവിൻ്റെ മരണം തീർച്ചയായും കാണാൻ പറ്റുന്ന അത്ര അടുത്ത്. വാമിക ആ വഴിയിലേക്ക് കയറിയ സമയവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വിഷ്ണു മരിച്ച സമയവും നോക്കുമ്പോൾ കൃത്യം വാമിക നടന്ന് ആ സ്പോട്ടിൽ എത്തിയപ്പോഴായിരിക്കണം അയാൾ മരണപ്പെട്ടത്. അന്ന് നടന്ന ഓരോ സംഭവങ്ങളും വാമികയുടെ ഓർമ്മകളിലൂടെ മിന്നിമാഞ്ഞു. അവൾ തലയൊന്നു കുടഞ്ഞു. ഈ മൊബൈൽ ഫോൺ വാമിയുടേതാണോ? പ്ലാസ്റ്റിക് കവറിലിട്ട അവളുടെ കീപാഡ് മൊബൈൽ ഫോൺ പോലീസുകാരിൽ ഒരാൾ അവളെ കാണിച്ചതും അവൾ യാന്ത്രികമായി തലയാട്ടി. ഇതെന്താണ് മിസ്സായത്? പോലീസുകാരിൽ ഒരാൾ ചോദിച്ചതും കുരുക്ക് സ്വരുക്കൂട്ടി വെച്ച അല്പം ധൈര്യം കൂടി നഷ്ടപ്പെട്ടു വാമിക്ക്. 2 ദിവസം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ വിഷ്ണു മരിക്കുന്നതിൻ്റെ അന്ന്. എന്താ ശരിയല്ലേ? അതെ സർ. ആ സമയത്ത് വാമി എന്തിനാണ് റബ്ബർ കാട് വഴി വീട്ടിലേക്ക് വന്നത്? ഈ വീട്ടിലേക്ക് വരാൻ കുറച്ചുകൂടി നല്ല വഴിയുണ്ടായിരുന്നല്ലോ. എന്നിട്ടും എന്തിനാണ് ആ വഴി തന്നെ തിരഞ്ഞെടുത്തത്? വാമിയെ വെട്ടി വിയർത്തു. അവൾ കൈകൊണ്ട് നെറ്റിമേൽ പറ്റിപ്പിടിച്ച വിയർപ്പ് കണങ്ങൾ തുടച്ചെടുത്തു. അയൽക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നതനുസരിച്ച് വാമിയിലും എന്തെന്നില്ലാത്ത ഒരു വെപ്രാളം. വാമിയുടെ കണ്ണുകൾ ചുറ്റുപാടും സഞ്ചരിക്കുന്നതറിഞ്ഞ പോലീസുകാരൻ പറഞ്ഞു, അകത്തിരുന്ന് സംസാരിക്കാനുള്ള സൗകര്യമുണ്ടോ? ഉണ്ട് സാർ. പോലീസുകാർ അകത്തേക്ക് കയറി. പിന്നാലെ വാമിയും. ഇനി പറയൂ മിസ് വാമിക, എന്താണെന്ന് സംഭവിച്ചത്? സർ, ഞാൻ ജോലി ചെയ്യുന്നത് നഗരത്തിലെ ഒരു തുണിക്കടയിലാണ്, കാർത്തിക ടെക്സ്റ്റൈൽസ്. സാധാരണ എല്ലാ ദിവസങ്ങളിലും എനിക്ക് ജോലി 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ്. എന്നാൽ അന്നത്തെ ദിവസം ഫ്ലോർ മാനേജർ പറഞ്ഞു, കുറച്ച് ലോഡുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് അധിക സമയം അവിടെ നിൽക്കണമെന്ന്.
അതുകൊണ്ട് ഞാൻ ആ സമയത്ത് അതുവഴി വന്നത്. അതുമാത്രമല്ല, നല്ല മഴയുണ്ടായിരുന്നെന്ന്. എൻ്റെ കയ്യിൽ കുടയില്ലായിരുന്നു. വേഗം വീട്ടിലെത്താലോ എന്ന് കരുതിയാണ് റബ്ബർ കാടിനിടയിലൂടെയുള്ള ഇടവഴിയിലൂടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നത്. പിന്നെങ്ങനെയാണ് ഞങ്ങൾക്ക് വാമികയുടെ ഫോൺ അവിടുന്ന് ലഭിച്ചത്? അതേക്കുറിച്ച് ഞാൻ പറയാം സർ. ഞാൻ ആ വഴിക്ക് വരുമ്പോൾ ഒരു നായ എൻ്റെ പിന്നാലെ വന്നു. കല്ലെടുത്തെറിഞ്ഞിട്ടൊന്നും അത് പോകുന്നില്ലായിരുന്നു. എന്നെ കടിക്കാൻ വേണ്ടി എൻ്റെ പിന്നാലെ ഓടിയപ്പോൾ ഞാനും സർവ്വശക്തിയും എടുത്തോടി. മഴ പെയ്ത് ഇരുട്ട് മൂടിക്കിടന്നതിനാൽ റബ്ബർ കാടിൻ്റെ നടുവിലൂടെയുള്ള വഴി എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഫോൺ എൻ്റെ കയ്യിൽ വെച്ചത്. എന്നാൽ നായ വന്ന സമയത്ത് പെട്ടെന്ന് ഓടിയപ്പോൾ ഫോൺ അറിയാതെ കയ്യിൽ നിന്ന് വഴുതി മാറിപ്പോയി. സത്യമായിട്ടും ഇതാണ് സർ സംഭവിച്ചത്. എന്തായാലും ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ അയാൾ ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ വാമിക്ക് ആ വഴി പാസ് ചെയ്ത് പോയപ്പോൾ യാതൊരു തരത്തിലുള്ള ശബ്ദങ്ങളും കേട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ സർ, നല്ല മഴയും കാറ്റും ഇടിയും മിന്നലും ഉണ്ടായിരുന്നു. ആ ശബ്ദങ്ങൾക്കിടയിൽ നിന്ന് ഞാൻ സത്യമായിട്ടും അങ്ങനൊരു ശബ്ദമൊന്നും കേട്ടില്ല. വാമിയുടെ ഭാഗം അവൾ പറഞ്ഞു കഴിഞ്ഞതും പോലീസുകാർ അവളെ തന്നെ അല്പനേരം രൂക്ഷമായി നോക്കി നിന്നു. മിസ് സ്വാമിക ആരുടെയെങ്കിലും പ്രേരണയ്ക്ക് വഴങ്ങിയാണോ സത്യങ്ങൾ തുറന്നു പറയാതിരിക്കുന്നത്? പോലീസുകാരൻ്റെ അവസാനത്തെ ചോദ്യത്തിൽ അവൾക്ക് അടിപതറി. ഞാൻ എന്തിനാണ് സർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? കണ്ട കാര്യം തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഞാൻ കാണാത്തൊരു കാര്യത്തെക്കുറിച്ച് എന്തു പറയാനാണ്? ഓക്കെ, നിങ്ങളിപ്പോൾ പറഞ്ഞതെല്ലാം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. പക്ഷേ അന്വേഷണത്തിനിടയിൽ വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള സംശയം തോന്നുകയാണെങ്കിൽ വീണ്ടും ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരും. മറുപടിയായി വാമി ഒന്ന് തലകുലുക്കി. പോലീസുകാർ പോയതും നാട്ടുകാർ ഓരോരുത്തരെ പിരിഞ്ഞുപോയി. സുമ ഓടിക്കതിഞ്ഞ് അവരുടെ വീട്ടിലേക്ക്. സത്യം പറ വാമി, നീ എന്തെങ്കിലും കണ്ടിരുന്നോ? അന്ന് നീ വന്നതും ഒരുപാട് താമസിച്ചല്ലേ? ഇല്ല സുമേച്ചി, സത്യമായിട്ട് ഞാൻ ഒന്നും കണ്ടില്ല. വാമിയുടെ ഭാഗത്തു നിന്ന് ആ മറുപടി കേട്ടതും സുമ പിന്നാമ്പുറം വഴി ഇറങ്ങി അവരുടെ വീട്ടിലേക്ക് പോയി. പക്ഷെ വിജയ ഒരു സംശയഭാവത്തിൽ അവളെ നോക്കി. വരുന്ന വഴി നായ ഓടിച്ചതും ഫോൺ കളഞ്ഞു പോയതുമായ കാര്യങ്ങളൊന്നും നീ എന്താ മോളെ എന്നോട് പറയാഞ്ഞത്? അത് അപ്പോഴത്തെ ഒരു ടെൻഷനിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. എന്നോടെങ്കിലും സത്യം പറ മോളെ, എന്തെങ്കിലും നീ കണ്ടു ആ രാത്രിയിൽ? ഇല്ലെന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു. ദേഷ്യത്തിൽ ചവിട്ടിത്തുള്ളി വാമയുടെ റൂമിലേക്ക് നടന്നു. അവളെ ഭയം പൊതിഞ്ഞു. ഒരു വേള സത്യങ്ങളെല്ലാം പോലീസുകാരോട് പറഞ്ഞാലോ എന്ന് പോലും അവൾ ആലോചിച്ചു. പക്ഷേ അന്ന് ആ മഴയിൽ അവൻ അവളോട് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കെ സത്യങ്ങളൊന്നും ആരോടും പറയാതിരിക്കുന്നതാണ് ബുദ്ധിയെന്നും അവൾക്ക് തോന്നി. ദിവസങ്ങൾ കടന്നുപോയി. പിന്നീട് അന്നേ ദിവസത്തെ സംഭവത്തെക്കുറിച്ച് ചോദിക്കാനോ പറയാനോ അവളുടെ വീട്ടിലേക്ക് ആരും തന്നെ വന്നിരുന്നില്ല. എങ്കിലും ജയ മാത്രം വിഷ്ണുവിൻ്റെ മരണത്തിന് പിന്നിലെ കുറ്റവാളികളെ വെളിച്ചത്ത് കൊണ്ടുവരാനെ കോടതി കയറിയിറങ്ങി. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വാമി വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മർപ്പടിയിൽ തന്നെ വിജയുണ്ടായിരുന്നു. അവരുടെ കയ്യിലൊരു പേപ്പറും. ഇതെന്താണമ്മേ? അവരുടെ കയ്യിലെ പേപ്പർ കണ്ടുകൊണ്ട് തന്നെ അതും ചോദിച്ചാണ് വാമി അകത്തേക്ക് വന്നത്. എന്താണെന്ന് എനിക്കറിയില്ല മോളെ, ആ പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് തന്നതാ, നിനക്കുള്ളതാണെന്നാ പറഞ്ഞത്. വിജയുടെ കയ്യിലിരുന്ന പേപ്പർ വാങ്ങി പൊട്ടിച്ചു നോക്കിയ വാമിയുടെ മുഖത്ത് സന്തോഷം തിരതല്ലി. അമ്മേ, ഇത് ഇൻ്റർവ്യൂ ലെറ്ററാണ്. എന്നുവച്ചാ നിനക്ക് ജോലി കിട്ടിയോ? വിജയുടെ കണ്ണിലും ആകാംക്ഷ തെളിഞ്ഞു വന്നു. ഓ എൻ്റെ അമ്മേ, ജോലി കിട്ടിയില്ല. ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയുള്ള കത്ത്. ആണോ? എന്നാ മോളെ ഇൻ്റർവ്യൂ? വരുന്ന ആഴ്ചയാണമ്മേ, ഇനി അധികം ദിവസമില്ല. ഇൻ്റർവ്യൂ എവിടെ വെച്ചാണ്? എറണാകുളത്തെ ഒരു വലിയ ഹോട്ടലിൽ വെച്ച്. ആണോ? മോളെ എങ്ങനെ തനിച്ചു പോകും? ഒന്ന് കൂടി ഒരു ധൈര്യത്തിന് കൊണ്ടുപോകാൻ കൂടി ആരുമില്ലല്ലോ. സുമയോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? വിജയ ഒരാശയം ഉന്നയിച്ചു. വേണ്ടമ്മേ, ചേച്ചി കല്ലിമോളെ സ്കൂളിലൊക്കെ വിടാനുള്ളതല്ലേ. അവരുടെ സാഹചര്യം അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ അവരോട് അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുന്നത് മോശമാണ്. പിന്നെ നീ എങ്ങനെ ഇൻ്റർവ്യൂവിന് പോകും? വിജയുടെ വാക്കുകളിൽ ആകുലത നുരഞ്ഞു പൊങ്ങി.
സിറ്റിയിൽ നിന്ന് രാവിലെ ഒരു എറണാകുളം ബസ്സുണ്ട്. അതിന് പോകാം. എന്നിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവിടുന്ന് വരുന്ന ആദ്യത്തെ ബസ്സിന് തന്നെ കയറാം. വാമി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും വിജയ്ക്കൊരു സമാധാനവും ഉണ്ടായില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോകവേ വാമിക്ക് ഇൻ്റർവ്യൂവിനുള്ള ദിവസം വന്നെത്തി. നാളെയാണ് ഇൻ്റർവ്യൂ. നാളത്തേക്ക് അത്യാവശ്യമായി സാധനങ്ങളെല്ലാം ഒരു ഹാൻഡ് ബാഗിലേക്ക് പാക്ക് ചെയ്യുകയാണ്. ഇൻ്റർവ്യൂവിന് പോകുന്നതിനാൽ തന്നെ ഇത്തിരി പക്വതയൊക്കെ തോന്നാൻ അന്ന് വിജയുടെ ഒരു സാരിയാണ് വാമി ഉടുത്തത്. അതിരാവിലെ തന്നെ അവൾ വീട്ടിൽ നിന്നിറങ്ങി. കൃത്യസമയത്ത് തന്നെ ബസ്സെത്തി. അധികം ആളും തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇത്തിരി മുൻപിലായുള്ള സീറ്റിൽ അവൾ സ്ഥാനം പിടിച്ചു. ടിക്കറ്റ് എടുത്ത ശേഷം വാമി സീറ്റിലൊന്ന് ചാഞ്ഞു കിടന്നു. ഈ ജോലി ശരിയാകണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. തൻ്റെയും അമ്മയുടെയും കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളൊക്കെ നടക്കണമെങ്കിൽ തനിക്ക് ഈ ജോലി ലഭിക്കണം. ഒരുപാട് പ്രതീക്ഷകളോടെയായിരുന്നു വാമി എറണാകുളത്ത് വന്ന് ഇറങ്ങിയത്. അവൾക്കിതൊക്കെ ആദ്യ അനുഭവമായിരുന്നു. വലിയ വലിയ കെട്ടിടങ്ങളും നിരത്തിൽ നിറയെ ഓടുന്ന വണ്ടികളുമൊക്കെ. ആരും ആരെയും ശ്രദ്ധിക്കാത്ത ഒരു പ്രത്യേകതരം ജീവിതം. ബസ്സിറങ്ങി ഒരു ഓട്ടോ പിടിച്ചാണ് ഇൻ്റർവ്യൂ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന ഹോട്ടലിൻ്റെ മുന്നിലേക്ക് അവൾ എത്തിയത്. ഇൻ്റർവ്യൂ ലെറ്റർ കാണിച്ചതും അവരവളെ അകത്തേക്ക് കയറ്റിവിട്ടു. അവളെപ്പോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിരവധി ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്കിടയിൽ പോയി അവളും ഒരു സീറ്റിൽ ഇരിപ്പുറപ്പിച്ചു. അവളുടെ ഊഴമെത്തിയതും അത്യാവശ്യം നന്നായി തന്നെ അവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അതേ ഫ്ലോറിൽ തന്നെ കോഫിയും ജ്യൂസും കുടിക്കുവാനായി ഉദ്യോഗാർത്ഥികൾക്ക് സൗകര്യമുണ്ടായിരുന്നു. അവിടെ നിന്നൊരു ജ്യൂസ് കുടിച്ചത് മാത്രമേ വാമിക്ക് ഓർമ്മയുള്ളൂ. പാതി ബോധത്തിൽ ഒരു കൈ വന്ന് അവളുടെ മുഖത്തേക്ക് പതിഞ്ഞതും ഓർമ്മയിൽ എവിടെയോ തെളിഞ്ഞു വന്നു. കണ്ണു തുറക്കുമ്പോൾ മുൻപിൽ നിറയെ മീഡിയക്കാരായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. തലയ്ക്കൊക്കെ വല്ലാത്ത ഭാരം തോന്നി അവൾക്ക്. സ്ഥാനം തെറ്റിക്കിടന്ന അവളുടെ സാരിത്തുമ്പ് മാറിലേക്ക് പിടിച്ചിട്ടത് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു. മങ്ങിയ കാഴ്ചയിൽ അവൾ കണ്ടു തനിക്കടുത്ത് മറ്റൊരുവൻ കൂടി ഉണ്ടെന്ന്. വാമിക്ക് അപ്പോഴേക്കും കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. മീഡിയക്കാർ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും സാരിത്തുമ്പ് വലിച്ച് തലയിലേക്ക് ഇട്ടുകൊടുത്തത് ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. അവിടെ നിന്ന് വാമിയെ അവർ കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിലേക്ക്. തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും അവൾ എങ്ങനെയാ റൂമിലെത്തിയെന്നതിനെക്കുറിച്ച് അവൾക്ക് യാതൊരു അറിവുമുണ്ടായിരുന്നില്ല. പക്ഷേ അവ്യക്തമായ ഓർമ്മകളിൽ നിന്ന് അവൾ എന്തൊക്കെയോ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഒടുവിൽ അവൾ പറഞ്ഞു, അവിടെ നിന്ന് ഒരു ജ്യൂസ് കുടിച്ചിരുന്നു. അതിനുശേഷം കണ്ണടഞ്ഞു പോകും പോലെ തോന്നി. അവസാനം ബോധം മറയും മുമ്പ് ആരോ ശക്തമായി കവളിൽ ആഞ്ഞടിച്ചത് മാത്രമേ അവൾക്ക് ഓർമ്മയും വന്നുള്ളൂ. എന്നാൽ അതാരാണെന്നൊട്ട് അവൾക്കറിയില്ലായിരുന്നു. രാവിലെ വാമി പോയതിന് തൊട്ടു പിന്നാലെ അടുക്കളയിലേക്ക് വന്നാണ് വിജയ. അതിരാവിലെയാണ് വാമി പോയത്. അതിനുശേഷം എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ടും അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അശുഭകരമായതെന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് ഒരു തോന്നൽ അവരുടെ ഉള്ളൊലിച്ചു. കഴുകിയ പാത്രങ്ങൾ പുറത്തെ കുട്ടയിലേക്ക് വെച്ച് തിരിഞ്ഞ സമയത്താണ് അവിടെ കിടന്ന് വെള്ളത്തിൽ ചവിട്ടി വിജയ പിന്നിലേക്ക് മറിഞ്ഞു വീണത്. തല ചെന്ന് പതിച്ചത് അവിടെ കിടന്ന ഒരു പഴയ ആട്ടുകല്ലിലായിരുന്നു. അവരുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു. അതേസമയം TV കാണിക്കുന്നുണ്ടായിരുന്നു. ഹോട്ടൽ മുറിയിൽ വെച്ച് പിടിച്ച വാമിയെ അവൾക്കൊപ്പമുള്ള പുരുഷന്റെ മുഖം അവ്യക്തമാക്കിയാണ് കൊടുത്തിരിക്കുന്നത്. അവളുടെ നാട്ടിലോ വാർത്ത പടർന്നു. എന്നാലും ഈ പെണ്ണ് ഇത്രക്കാരിയാണോ? പഠിക്കാനുള്ള പോലെ മിടുക്ക് അവൾ ഈ കാര്യത്തിലും കാണിക്കുമെന്ന് നമ്മൾ ആരും കരുതിയില്ല. അറിഞ്ഞവർ മൂക്കത്ത് വിരൽ വെച്ചു. TVയിൽ ഈ ന്യൂസ് കണ്ട ശേഷമാണ് സുമ ധൃതിയിൽ വിജയ്ക്കടുത്തേക്ക് ഓടിയത്. എന്നാൽ ഏറെ നേരം വിളിച്ചിട്ടും അവരുടെ അനക്കമൊന്നും ഉണ്ടാവാതെ നേരെ അടുക്കളയിലേക്ക് ചെന്നു. ഒരു നിമിഷം അവിടെ കണ്ട കാഴ്ചയിൽ സുമയ്ക്ക് തല പെരുക്കും പോലെ തോന്നി. നിലത്ത് കിടക്കുന്ന വിജയുടെ തലഭാഗത്ത് രക്തം തളം കെട്ടിക്കിടക്കുന്നു. സുമ ഒരുപാട് പ്രാവശ്യം കുലിക്കെ വിളിച്ചിട്ടും വിജയ കണ്ണു തുറന്നില്ല. അങ്ങനെ നാട്ടുകാരുടെ സഹായത്തോടെ വിജയ് ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. സുമ പൊട്ടിക്കരഞ്ഞു അവരുടെ ദുർവിധി ഓർത്ത്. ആ സമയം വാമിയെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുകയാണ് പോലീസുകാർ. അപ്പോഴാണ് അവർക്ക് ഇങ്ങനെയൊരു ന്യൂസ് കിട്ടുന്നത്. വാമിയെ അവരൊന്നും അറിയിച്ചില്ല. അവിടുത്തെ നടപടിക്രമങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കി അവർ വാമിയുമായി അവളുടെ നാട്ടിലേക്ക് തിരിച്ചു. ഈ നേരം കൊണ്ട് തന്നെ വാമിയുടെ ന്യൂസ്
ടി വിയിലെല്ലാം വന്നതിനാൽ നാട്ടുകാരെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. പോലീസ് ജീപ്പിൽ വന്നിറങ്ങിയ വാമിയെ നാട്ടുകാരെല്ലാം അവജ്ഞയോടെ നോക്കി. എന്നാൽ വീടിന് മുൻപിലെ നീല ടാർപ്പയും ആൾക്കൂട്ടവും കാണെ വാമി നെഞ്ചിൽ കൈവച്ചു. അകത്തേക്ക് കയറിയപ്പോഴേക്കും അവളുടെ ചങ്ക് തകർന്നു. ഒരു നീളൻ വാഴയിൽ വെള്ള പുതച്ച് കണ്ണുകൾ അടച്ചു കിടക്കുന്ന വിജയ. വാമിക്ക് ആ കാഴ്ച ഏറെ നേരം കണ്ടു നിൽക്കാനായില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാമി സുമയുടെ തോളിലേക്ക് ചായാൻ ശ്രമിച്ചതും സുമ അവളെ തള്ളി മാറ്റി. ഒന്ന് ചായാൻ ഒരു തോളില്ലാതെ, ആശ്വസിപ്പിക്കാൻ ആരോരുമില്ലാതെ വിജയ്ക്കരികിൽ തളർന്നിരുന്നു വാമി. അവളെ നോക്കിയ ഒരു കണ്ണിൽ പോലും സ്നേഹത്തിൻ്റെയോ സഹതാപത്തിൻ്റെയോ ചെറിയൊരു കണിക പോലും കാണാൻ വാമിക്ക് കഴിഞ്ഞില്ല. ജീവിതത്തിൽ അവൾ ഏറ്റവും ഒറ്റപ്പെട്ട ഒരു നിമിഷം. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ താൻ എന്നും തനിച്ചാണെന്നുള്ള തിരിച്ചറിവ് ആ നിമിഷം അവൾക്ക് സമ്മാനിച്ചു. ആരൊക്കെയോ പറഞ്ഞതനുസരിച്ച് വൈകുന്നേരം 3 മണിയോടെ തന്നെ വിജയുടെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയായി. തെക്കുവശത്തെ പുളിമാവിൻ വിറകിൽ എരിഞ്ഞ് അവർ ഒരു പിടിച്ചാരമായി മാറി. വിജയുടെ ചിത കത്തിത്തുടങ്ങിയപ്പോൾ തന്നെ കൂടി നിന്നവരെല്ലാം ഒന്നൊന്നായി കൊഴിഞ്ഞുപോയി. ഒടുക്കം മരണം നടന്ന ആ വീട്ടിൽ അവൾ തനിച്ചായി. ദാഹിച്ച് തൊണ്ട വറ്റി വരേണ്ട സമയത്ത് ഒരിറ്റു വെള്ളം എടുക്കാൻ അടുക്കളയിലേക്ക് നടന്നവൾ വാതിൽപ്പടിയിലെ ചോര തളം കെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കണ്ണുകൾ ഇറുക്കിയടിച്ച് വാതിൽപ്പടിയിലിരുന്ന് അലറിക്കണ്ട് ഉറക്കെ ഉറക്കെ വാമി കരഞ്ഞു. എത്ര പെട്ടെന്നാണ് തൻ്റെ ജീവിതം മാറി മറിഞ്ഞത്. ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കും? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്തപ്പോൾ അവൾക്ക് ഭയം തോന്നി. പക്ഷേ ദിവസങ്ങൾ കടന്നു പോകവേ അവൾ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു. ഒന്ന് വിളിക്കാനും സംസാരിക്കാനും കഴിച്ചോ കുടിച്ചോ എന്നുപോലും ചോദിക്കാനും ഒരാളില്ലാത്ത അവസ്ഥ അവൾക്ക് മനസ്സിലായി. സ്വന്തമെന്ന് പറയാൻ ഈ ഭൂമിയിൽ ഒരാളില്ലാത്തതാണ് ഏറ്റവും വലിയ വേദനയെന്ന്. അവളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതാണ്. തൊഴുത്തിലെ പശുവിൻ്റെ കരച്ചിൽ കേട്ടാണ് അവൾ ഓർമ്മകളിൽ നിന്ന് ഉണർന്നത്. സുമ വന്ന് അത്രയും കാര്യങ്ങൾ പറഞ്ഞുപോയ ശേഷം അവളുടെ ചിന്തകളിൽ നിറഞ്ഞു നിന്നത് തൻ്റെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയ ആ ദിവസങ്ങളെക്കുറിച്ചായിരുന്നു. തുടരും.